ഹായ് മക്കളെ, അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസിൽ തന്നെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് ഒരു സൊല്യൂഷനിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസ്ഡ് അപ്പോൺ ദാറ്റ് കമ്പോണൻസ് ഹൗ ദ സൊല്യൂഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ഒരു സൊല്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ സോൾവെന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ആ സോളിബിൾ ആയിട്ടുള്ള സൊല്യൂട്ടിന്റെ മാസിനെ നമ്മൾ ഒരു സൊല്യൂഷനിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അപ്പാർട്ട് ഫ്രം ദ സൊല്യൂഷൻസ് വേറെ എന്താണ് കാണുന്നത്, ഇല്ലെങ്കിൽ സൊല്യൂഷനെ കൂടാതെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, വേറെ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഒരു ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ലാത്തവര് കഴിഞ്ഞ ക്ലാസ് ഒക്കെ കാണാം. സൊല്യൂഷൻസ് എന്താണ് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരിക. നമ്മൾ സൊല്യൂഷനെ കൂടാതെ വേറെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നോക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലെങ്കിൽ അതൊരു കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതെന്തായാലും നോക്കി ക്ലിയർ ആക്കിയിട്ട് ഈ ക്ലാസ് കാണാനായിട്ട് മക്കള് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് ട്രൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്, ഒരു സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ഒരു ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് യൂണിഫോം കോൺസെൻട്രേഷൻ ആയിരിക്കും എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ യൂണിഫോം ഒരു സോൾവെന്റിനകത്ത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നു, ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇനി കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, water is called as a suspension. The mixture of the sugar and water is a true solution. ഒരു mixture of sugarനെയും വാട്ടറിനെയും നമുക്ക് എന്ത് പറയാം, ഒരു true solution ആണെന്ന് പറയാം. Since it is a homogeneous mixture, it has a uniform composition throughout the mixture. The mixture of the chalk powder and the water is known as the suspension. ഒരു chalk powderന്റെയും വാട്ടറിന്റെയും ഒരു മിക്സ്ചറിനെ നമുക്ക് എന്ത് പറയാം, സസ്പെൻഷൻ എന്ന് പറയാം. ഇഫ് ദ കോമ്പോണൻസ് ഇൻ എ മിക്സ്ചർ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഇറ്റ് ഈസ് കോൾഡ് ആസ് എ ഹെറ്ററോജീനസ് മിക്സ്ചർ. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനസ് മിക്സ്ചർ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ചോക്കും വാട്ടറും എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി ഡിസോൾവ് അല്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നു. അവിടെ അത് രണ്ടും സെപ്പറേറ്റ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാം, ഹെറ്ററോജീനസ് മിക്സ്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഒരു ട്രൂ സൊല്യൂഷനും അതുപോലെ തന്നെ സസ്പെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ, നമ്മൾ ഒരു ട്രൂ സൊല്യൂഷനും അതുപോലെ തന്നെ ഒരു സസ്പെൻഷനും എടുത്തിട്ട് അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ ട്രൂ സൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ദ ഫിൽട്രേഷൻ. നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഈ പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ വാട്ടറിനകത്ത് ഷുഗർ മിക്സ് ചെയ്തു എന്ന് വിചാരിക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു, ഒരു ട്രൂ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് പഞ്ചസാര വേറെയായിട്ടും വെള്ളം വേറെയായിട്ടും നമുക്ക് കിട്ടാൻ സാധ്യമാണോ? അല്ല. കാരണം അതെന്താ, ഒരു ട്രൂ സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഫിൽറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നതില് ഒരു ഹെറ്ററോജീനസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഫിൽറ്റർ ചെയ്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ നമ്മൾ ചോക്കും വാട്ടറും എന്ന് പറയുന്നത് അല്ലെ, ചോക്ക് പൗഡറും വാട്ടറും. അത് നമ്മൾ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോക്ക് പൗഡർ വേറെ ആയിട്ടും വാട്ടർ വേറെ ആയിട്ടും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സസ്പെൻഷൻ എന്ന് പറയുന്നത്. സോ പാർട്ടിക്കിൾസ് cannot be separated by the filtration in the true solution, but in the suspension these particles can be separated. Particles can be separated. Clear?
പാസിംഗ് ആൻഡ് ഇന്റൻസ് ബീം ഓഫ് ലൈറ്റ്. നമ്മൾ ഒരു ബീം ഓഫ് ലൈറ്റിനെ ഈ പറയുന്ന ട്രൂ സൊല്യൂഷനിലൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ പാർട്ടിക്കിൾസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിനെ ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ബീമിനെ നമുക്ക് കാണാനായിട്ടും സാധിക്കില്ല. അതിനെ നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും. ആ പാത്ത് ഓഫ് ലൈറ്റ് കടന്നു പോകുന്ന ആ പാത്ത് ഓഫ് ലൈറ്റ് ഇൻവിസിബിൾ ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും? അവിടെ പാർട്ടിക്കിൾസ് ഇല്ല, സെപ്പറേറ്റ് ആയിട്ട് ഒരു പാർട്ടിക്കിൾസ് ഇല്ല. സെപ്പറേറ്റ് ആയിട്ട് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ലൈറ്റ് വരും, ഈ പാർട്ടിക്കിൾസ് അതിനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു വേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലെ. വന്ന് ഈ പാർട്ടിക്കിൾസിൽ തട്ടി അത് സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ആ ഒരു പാത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ട്രൂ സൊല്യൂഷനിൽ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ പാത്ത് ഓഫ് ലൈറ്റിനെ കാണാനായിട്ട് സാധ്യമല്ല. പക്ഷെ സസ്പെൻഷനിൽ നമുക്ക് അറിയാം അവിടെ പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, സെപ്പറേറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കാണുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഹോമോജീനസ് മിക്സ്ചർ അല്ല, അതൊരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പാർട്ടിക്കിൾസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾസിലോട്ട് ലൈറ്റ് കടന്നു വരുന്ന സമയത്ത് പാർട്ടിക്കിൾസിനെ തട്ടി ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പാത്ത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും ഇൻ ദ case of the suspension. Clear? Keeping it undisturbed. നമ്മൾ ഒരു ട്രൂ സൊല്യൂഷനെയും സസ്പെൻഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കുറച്ചു നേരം വെക്കുകയാണെന്ന് വിചാരിക്കുക. പഞ്ചസാര ഇട്ട് അലിയിച്ച വെള്ളത്തിൽ നമ്മൾ അൺഡിസ്റ്റർബ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കുറെ നേരം കഴിയുമ്പോൾ താഴെ വന്ന് സെറ്റിൽ ചെയ്യില്ല. പക്ഷെ ഒരു ചോക്ക് പൗഡറോ മഡോ എന്തെങ്കിലും ഇട്ട് അല്ലെങ്കിൽ ഒരു അയൺ പാർട്ടിക്കിൾസ് ഒക്കെ ഇട്ട് കലക്കിയ വെള്ളം കുറെ നേരം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെച്ചത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി സെറ്റിൽ ഡൗൺ. ദാറ്റ് സൊല്യൂട്ട്സ് വിൽ ബി സെറ്റിൽ ഡൗൺ അല്ലെ. അപ്പോ സസ്പെൻഷനിലാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ടാവും? സെറ്റിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ട്രൂ സൊല്യൂഷനിൽ എന്ത് ചെയ്യില്ല? ഇറ്റ് നെവർ സെറ്റിൽ. It never settle. Here it settles. Clear ആണോ? അപ്പൊ അതാണ് ഹോമോജീനസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അതാണ് ട്രൂ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ സൊല്യൂട്ട്സ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കും. ഒരു ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു ഹോമോജീനസ് ആയിട്ടുള്ള മിക്സ്ചർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ കിട്ടുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും? ഹെട്രോജീനസ് ആയിരിക്കും. ഹെട്രോജീനസ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാത്ത സാധനമായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഹെട്രോജീനസ് മിക്സ്ചർ. അപ്പൊ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിട്ടുള്ള ഹോമോജീനസ് മിക്സ്ചറിനെ നമുക്ക് വിളിക്കാം ട്രൂ സൊല്യൂഷൻ എന്നും, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവാത്ത ഹെട്രോജീനസ് മിക്സ്ചറിനെ നമുക്ക് വിളിക്കാം ഇറ്റ് ഈസ് എ സസ്പെൻഷൻ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ട്രൂ സൊല്യൂഷൻ എന്താണ്, സസ്പെൻഷൻ എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ട്രൂ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെല്ലാം ഈക്വൽ കോമ്പോസിഷൻ ആയിരിക്കും, ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും. സസ്പെൻഷൻ എന്ന് പറയുന്നതിൽ ഹോമോജീനസ് ആയിരിക്കില്ല, ഹെട്രോജീനസ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കില്ല സൊല്യൂട്ട്സ് എന്ന കാര്യം ഓർത്തിരിക്കുക. മനസ്സിലായോ മക്കളെ? True solutions and the suspension. As the particles are very minute, they cannot scatter a beam of light, hence the path of light beam is not visible. In the case of the suspension, solute particles are larger enough to seen with the naked eye. They scatter the light, gradually settles down due to gravity. അങ്ങനെയുള്ള പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള സൊല്യൂട്ട്സ്, ഹെട്രോജീനസിലുള്ള അല്ലെങ്കിൽ സസ്പെൻഷനിലുള്ള സൊല്യൂട്ട്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സെറ്റിൽ ഡൗൺ ഡ്യൂ ടു ദ ഗ്രാവിറ്റി ആഫ്റ്റർ എ ടൈം. ഓക്കെ. കൊളോയിഡൽ മിക്സ്ചേഴ്സ് ആർ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളപ്പോ പഠിച്ചു ട്രൂ സൊല്യൂഷൻസ് എന്താണെന്ന് പഠിച്ചു മക്കളെ, അതുപോലെ തന്നെ സസ്പെൻഷൻ എന്താണെന്ന് പഠിച്ചു. ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഹോമോജീനസ് ആയിട്ടുള്ള മിക്സ്ചേഴ്സ് ആണ്, അതുപോലെ തന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ഇന്റർമീഡിയറ്റിൽ നിൽക്കുന്ന ഒരാളാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊളോയിഡൽ മിക്സ്ചർ എന്ന് പറയുന്നത്.
കൊളോയിഡൽ മിക്സ്ചർ എന്ന് പറയുന്നത്. Okay, so colloidal mixtures are the intermediate between the solutions and the suspension. The particle of the dust particles is equal to the particle size of the colloids. അപ്പൊ അതിനകത്ത് particles കാണുന്നുണ്ട്. It is called as the colloids. Okay. The phenomena or scattering of the beam of light by the colloidal particles is known as the Tyndall effect. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് ഒരു കൊളോയിഡൽ മിക്സ്ചർ എന്ന് പറയുന്നത്, കൊളോയിഡൽ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ദീസ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഒരു പാത്ത് ഓഫ് ഒരു ലൈറ്റിനെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്കാറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സ്കാറ്റർ ചെയ്യുന്ന ഫിനോമിനെ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ദ ഫിനോമിന ഓഫ് സ്കാറ്ററിംഗ് ഓഫ് ദ ലൈറ്റ് ബൈ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ഈ കൊളോയിഡ്സിൽ കാണുന്ന അല്ലെങ്കിൽ കൊളോയിഡൽ മിക്സ്ചേഴ്സിൽ കാണുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഈ പാർട്ടിക്കിൾസിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ദേ ക്യാൻ സ്കാറ്റർ ദ ലൈറ്റ്, അവർക്ക് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ട്രൂ സൊല്യൂഷൻ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു, സസ്പെൻഷൻ എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞു. ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഹോമോജീനസ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ ആണ്. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ്. ഹോമോജീനസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കും അല്ലെ, അതിനകത്തുള്ള ആ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കും. പക്ഷേ സസ്പെൻഷൻ എന്ന് പറയുന്നതിൽ എന്തെന്നാ നമ്മൾ പറഞ്ഞത്, അതിനകത്ത് ഹെട്രോജീനസ് ആയിരിക്കും, അതിനകത്തുള്ള സൊല്യൂട്ട്സ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ഇന്റർമീഡിയറ്റിനെയാണ് ട്രൂ സൊല്യൂഷൻസിന്റെയും സസ്പെൻഷൻസിന്റെയും ഒരു ഇന്റർമീഡിയറ്റിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മുടെ കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത് അല്ലെ. കൊളോയിഡൽ സൊല്യൂഷൻസ് എന്ന് നമ്മൾ പറയുന്നത്, കൊളോയിഡൽ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്, ആ കൊളോയിഡൽ മിക്സ്ചേഴ്സിനകത്ത് കാണുന്ന പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഈ കൊളോയിഡ്സും എന്തുപോലെ തന്നെയാണ്, ഈ സസ്പെൻഷനിൽ കാണുന്ന പാർട്ടിക്കിൾസിനെ പോലെയാണ്. ഈ പാർട്ടിക്കിൾസിന് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അങ്ങനെ സ്കാറ്റർ ചെയ്യുന്ന ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ആസ് ദ ടിൻഡൽ എഫക്ട്. ക്ലിയർ ആണോ മക്കൾക്ക്? ക്ലിയർ അല്ലേ? എന്താണ് ടിൻഡൽ ഇഫക്ട് എന്ന് മനസ്സിലായി അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കൊളോയിഡ്സ് എന്നുള്ളതും മനസ്സിലായി. ഇനി നമ്മൾ ഡെയിലി ലൈഫിനകത്ത്, നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കൊളോയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊളോയിഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ കാണുന്നത് ഇല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിനകത്ത് ഈ പറയുന്ന കൊളോയിഡ്സിന്റെ ഒരു ഉപയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കൊളോയിഡ്സ് എന്ന് പറയുന്നതിൽ സെവറൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ വേസ്റ്റ് വാട്ടർ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ദ കോസ്മെറ്റിക്സ്, അതുപോലെ തന്നെ മെഡിസിൻസ്, അല്ലെങ്കിൽ വാട്ടർ എമൽഷൻ, മയണൈസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഈ മയണൈസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ജെൽസ്, ഇതൊക്കെ എന്താണ്, കൊളോയിഡ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അത് ട്രൂ സൊല്യൂഷൻ അല്ല, അതെന്തല്ല, സസ്പെൻഷൻ അല്ല. ദിസ് ഈസ് കോൾഡ് ആസ് ദ കൊളോയിഡ്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുന്നതും ഒരു തരം എമൽഷൻ, ഇതൊക്കെ എന്താണ്, ഒരു കൊളോയിഡ്സ് ആണ്. അപ്പൊ കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഈസ് എ സെവറൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിനകത്ത്, അല്ലെങ്കിൽ മെഡിസിനകത്ത്, അല്ലെങ്കിൽ എമൽഷൻ, മയോണൈസ്, ഡയറി പ്രൊഡക്ട്സിൽ, ഇതിലൊക്കെ നമുക്ക് എന്ത് കാണുന്നുണ്ട്, കൊളോയിഡ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്. കൊളോയിഡ്സ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാം, ഇതിനകത്തും ബേസിക്കലി രണ്ട് തരത്തിലാണ് നമ്മൾ കാണുന്നത്. കൊളോയിഡ്സിനകത്ത് 2 ഫേസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, 2 കമ്പോണൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നതും ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നതും. 2 കമ്പോണൻസ് കാണുന്നുണ്ട്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നതും ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നതും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് എന്തിലാണോ വിൽ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് വിൽ ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ദ ഡിസ്പേർഷൻ മീഡിയം. 2 കമ്പോണൻസ് ആണ് ഈ കൊളോയിഡ്സിൽ ഉള്ളത്. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസും ഒന്ന് ഡിസ്പേർഷൻ മീഡിയം. മീഡിയം എന്ന് പറയുന്നതിലാണ് ഫേസ് കാണുന്നത്.
ഓക്കെ, നമുക്ക് പഠിക്കാം. There are the 8 major class of colloids നമുക്ക് കാണുന്നുണ്ട്. അതിനകത്ത് എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവും. ഓക്കെ, സോളിഡ് സോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെൽ എന്ന് പറയുന്നത്, സോളിഡ് ഫോം എന്ന് പറയുന്നത്, സോൾ അല്ലെങ്കിൽ എമൽഷൻ എന്ന് പറയുന്നത്, ഫോം എന്ന് പറയുന്നത്, എയറോസോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് എയറോസോൾ എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരു തരം കൊളൈഡ്സ് ആണ്. ഓക്കെ, ട്രൂ സൊല്യൂഷനിൽ നിന്നും സസ്പെൻഷനിൽ നിന്നും വേരി ചെയ്യുന്ന ഒരു മിക്സ്ചർ ആണ് എന്തെന്ന് പറയുന്നത്, കൊളൈഡ്സ് എന്ന് പറയുന്നത്. ഇത് 2 കമ്പോണൻസ് കാണുന്നുണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസും കാണുന്നുണ്ട്, ഡിസ്പേഴ്സ്ഡ് മീഡിയം കാണുന്നുണ്ട്. നമ്മൾ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ജെൽ എന്നൊക്കെ പറയുന്നത് അതിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതിന്റെ മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആണ്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന ബട്ടർ, ജാം, ചീസ് എന്നൊക്കെ പറയുന്നത്. ഇനി സോളിഡ് ഫോം എന്ന് പറയുന്നത് അതിന്റെ ഫേസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഏതിലായിരിക്കും, ഗ്യാസ് ആണ് അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഫോം, റബ്ബർ, മാക്രോസ് ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. അതുപോലെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ റൈസ്, സ്റ്റാർച്ച്, വാട്ടർ എന്ന് പറയുന്നത് അതെന്തായിരിക്കും, സോളിഡ് ഫോമിലാണ് അതിന്റെ ഡിസ്പേഴ്സ്ഡ് ഫേസ് വരുന്നത്. അതിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത് എന്താ, ലിക്വിഡ് ആണ് അല്ലെ. നമ്മുടെ റൈസ് വാട്ടർ എടുക്കുന്ന സമയത്ത് അത് ലിക്വിഡ് ഫോമിലാണ് കാണുന്നത്. ബട്ട് അതിനകത്ത് എന്ത് കാണുന്നു, അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതിനകത്ത് ഒരുപാട് സോളിഡ്സ് ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് പാർട്ടിക്കിൾസ് കാണുന്നുണ്ട്. ഇപ്പൊ മിൽക്ക് എന്ന് പറയുന്നത്, മിൽക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് ഒരുപാട് ഫേസ്, ലിക്വിഡ് ഫോമിലാണ് അത് കാണുന്നതെങ്കിലും അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് സോളിഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല, പക്ഷേ അതിനകത്ത് പാർട്ടിക്കിൾസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുമുണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ കൊളൈഡ്സ് എന്ന് നമ്മൾ പറയാം. എയറോസോൾ എന്ന് പറയുന്നത് അത് അതിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത് ഗ്യാസ് ആയിരിക്കും. ഗ്യാസ് ആയിട്ടാണ് അത് കാണുന്നത്. പക്ഷെ അതിനകത്ത് എന്ത് കാണുന്നുണ്ട്, ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഗ്യാസിനകത്ത് സോളിഡ് ആയിട്ട് കാണുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് സ്മോക്ക്, ഡസ്റ്റ് സ്റ്റോം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് എയറോസോൾ എന്ന് പറയുന്നതും, അത് എയറോസോൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ മീഡിയം എന്ന് പറയുന്നത്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. പക്ഷെ അതിനകത്ത് എന്ത് കാണുന്നു, ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങളും അതിനകത്ത് കാണുന്നുണ്ട്. മിസ്റ്റ്, റെയിൻ ക്ലൗഡ്സ് ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ്, അതായത് ടൈപ്പ് ഓഫ് സോളിഡ് സോൾ എന്ന് പറയുന്നതിൽ സോളിഡ് ആയിട്ടാണ് കാണുന്നത്. അതിനകത്ത് എന്ത് കാണുന്നുണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയിട്ടുള്ള പല സോളിഡ്സും കാണുന്നുണ്ട്. അതാണ് പ്രഷ്യസ് സ്റ്റോൺസ്, ജെംസ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊളൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു മിക്സ്ചർ സൊല്യൂഷൻ ആണ്. ഈ സൊല്യൂഷനകത്ത് എന്ത് കാണുന്നു, വേറെ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം കാണുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് കാണുന്നുണ്ട്. ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം, പക്ഷെ നമുക്ക് നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കൊളൈഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇഫക്റ്റ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ലൈറ്റിനെ ഇതിനെ സ്കാറ്റർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇതിന്റെ പാർട്ടിക്കിൾ സൈസിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അതിന്റെ കൊളൈഡ്സുമായിട്ട് സിമിലർ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു കൊളൈഡ്സ് എന്ന് പറയുന്നതിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും കാണുന്നുണ്ട്, ഡിസ്പേഴ്സ്ഡ് മീഡിയം കാണുന്നുണ്ട്. മീഡിയം എന്ന് പറയുന്നതാണ് അതിന്റെ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റേറ്റ്, അതിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് അതിനകത്ത് കാണുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ സ്റ്റാർച്ച് വാട്ടർ, റൈസ് സ്റ്റാർച്ച് വാട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് സോളിഡിൽ ആയിട്ടുള്ള ഒരുപാട് ഫേസുകൾ അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ സ്റ്റാർച്ച് വാട്ടർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് നമ്മൾ കാണുന്നത് ലിക്വിഡ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ,
അപ്പൊ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, പിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ജ്യൂസുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ബീവറേജസ് ആൻഡ് ദ ജ്യൂസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ദീസ് ഡേയ്സ് ആർ യൂസ്ഡ് ബൈ ദ സെവറൽ കെമിക്കൽ സബ്സ്റ്റൻസസ് ഫോർ ദി പ്രിസർവിംഗ് ഫോർ എ ലോങ് പീരീഡ്. അതിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. Stabilizers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the chemicals added to the beverages in order to prevent the settling of the particles are called the stabilizers. അപ്പൊ ഇതൊക്കെ ഒരു കൊളൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സ്റ്റെബിലൈസേഴ്സ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കൊളൈഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ the chemicals added to the beverages in order to prevent the settling of the particles, അതിനെയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ practice of using certain substances to prevent the spoilage of the food has been existing since ancient times is known as the preservatives. ഇതിനെ കേട് വരാതെ സൂക്ഷിക്കാനായിട്ട് ഇത് പല കെമിക്കൽസും നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രിസർവേറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സബ്സ്റ്റൻസസ് വേറെയും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ വാനിലിൻ എന്ന് പറയുന്നത്, ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്, സോർബിക് ആസിഡ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും, കൊളൈഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിനൊക്കെ അതിൻ്റെതായ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. നോക്കിയേ, ടാർട്ടസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫുഡ് സബ്സ്റ്റൻസ് യൂസ്ഡ് ഇൻ ദ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അതുപോലെ എറിത്രോസിൻ എന്ന് പറയുന്നത് ഫുഡ് സബ്സ്റ്റൻസ് ആണ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്നതാണ്. അത് കളറിംഗ് ഏജന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, റെഡ് കളർ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫുഡ് സബ്സ്റ്റൻസസിനകത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിനകത്ത് യെല്ലോ കളർ കൊടുക്കുന്ന ഒരു ഏജന്റ് ആണ് ടാർട്ടസിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ടേസ്റ്റ് എൻഹാൻസേഴ്സ് ആയിട്ട്, ഫ്ലേവറിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വാനിലിൻ എന്ന് പറയുന്നത്. അതുപോലെ സോർ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ പൈനാപ്പിളിന്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് അലൈൽ ഹെക്സോണേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സോസിലും സാലഡ്സിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫംഗസ് ഒന്നും വരാതിരിക്കാൻ, പൂപ്പലൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് സോഡിയം ബെൻസോയേറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ തരുന്നതാണ്. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? നമ്മുടെ ബെറ്റർമെന്റിന് വേണ്ടി, അതിനെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റെബിലൈസർ ആയിട്ട് നമ്മൾ ഫുഡിനകത്ത് യൂസ് ചെയ്ത് വരുന്നതാണ്. ഇതൊക്കെ ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് തന്നെയാണ്. ഇതൊക്കെ ഒരു കൊളൈഡ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ഇഷ്യൂസ് ഒരുപാട് കോസ് ചെയ്യുന്നതാണ്, ഹെൽത്തിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്ക് പറയാം. അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. Some individual may experience allergic reactions to certain food additives leading to the symptoms like the high swellings or the difficulty in the breathing. ഇങ്ങനെയുള്ള ഒരുപാട് അലർജിക് പ്രോബ്ലംസ് ഈ പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ബിഹേവിയർ ചേഞ്ചസ്, ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നതുകൊണ്ട് ചിൽഡ്രനിൽ ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കാണുന്നുണ്ട്. ADHD എന്ന് പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഫുഡിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഹോർമോണൽ ഡിസ്റപ്ഷൻസ് നമുക്കറിയാം. പല കെമിക്കൽസ് ലൈക്ക് ബിസ്ഫീനോൾസ് ഫൗണ്ട് ഇൻ ദ പ്ലാസ്റ്റിക്സ്, അതുപോലെ തന്നെ ടാലൈറ്റ്സ് യൂസ്ഡ് ഇൻ ദ പാക്കേജിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഹോർമോണൽ ചേഞ്ചിനെ ഉണ്ടാക്കുന്നു, എൻഡോക്രൈൻ ഗ്ലാൻഡിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ വരെ നമ്മളെ എഫക്ട് ചെയ്യുന്ന പല കോമ്പൗണ്ട്സുമാണ് ഈ കെമിക്കൽസ് എന്ന് പറയുന്നത്. ക്യാൻസർ റിസ്ക് നമുക്കറിയാം. ഒരുപാട് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നതാണ്, ഒരു പെർട്ടിക്കുലർ സെൽസ് ഇൻവേസീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻസ് ആണ് ഇതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് അഡിറ്റീവ്സും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, ആർട്ടിഫിഷ്യൽ ഡൈസും പ്രിസർവേറ്റീവ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ക്യാൻസർ റിസ്ക് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹ്യൂമൻസ് ഇസ് ലെസ് കെയർ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഹ്യൂമൻസ് ആനിമൽസിനകത്തൊക്കെ ഒരുപാട് എന്ത് കാണിക്കുന്നു? ഈ പറയുന്ന ക്യാൻസർ റിസ്ക് ഇവിടെ കൂടുതലാണ് ഈ പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. മെറ്റബോളിക് ഇഷ്യൂസ്, ഇതുപോലെ തന്നെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന കെമിക്കൽസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഫുഡ് പ്രിസർവേറ്റീവ്സിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ഒരുപാട് വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് ഉണ്ടാവുന്നു, മെറ്റബോളിക് സിംറ്റംസ് ഉണ്ടാവുന്നു, സിൻഡ്രോം ഉണ്ടാവുന്നു. ഒബ്സർവേഷണൽ ഇതൊക്കെ ഒരുപാട് ഒബ്സർവേഷൻ നടത്തിയതാണ്
ഓക്കെ, അപ്പൊ ഈ പറയുന്ന കെമിക്കൽസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിന് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മെറ്റബോളിക് ഡിസോർഡേഴ്സും കാര്യങ്ങളും ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പഠിക്കാനുള്ളത് മക്കൾക്ക് ഇത് മാത്രമാണ്, ഏതൊക്കെ കെമിക്കൽസ് എങ്ങനെയൊക്കെയാണ് ഇവരെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഓർഗൻ ഡാമേജ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ലോങ് ടേം എക്സ്പോഷർ ടു ദ സർട്ടൻ കെമിക്കൽസ് ക്യാൻ ലെഡ് ടു ദ ഓർഗൻ ഡാമേജ്, വീക്കനിങ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് അതർ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിന് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ ഫുഡിനകത്ത് കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരുപാട് സ്കിൻ പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഇതൊക്കെ ഇതിനകത്ത് എഫക്ട് ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞത് കൊളൈഡ്സിനെ കുറിച്ചാണ് ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ഒരു കൊളൈഡൽ മിക്സ്ചർ, അല്ലെങ്കിൽ എന്താണ് ഒരു ട്രൂ സൊല്യൂഷൻസ് എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ സൊല്യൂഷനെ കുറിച്ചാണ് ചാപ്റ്ററിനകത്ത് മൊത്തം പറയുന്നത് അല്ലെ. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. സൊല്യൂട്ട് എന്താണ് എന്നുള്ള കാര്യവും അതുപോലെ തന്നെ സോൾവെന്റ് എന്താണ് എന്നുള്ള കാര്യവും. ഒരു സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ അവരെ കമ്പൈൻ ചെയ്ത്, അല്ലെങ്കിൽ അവരെ ഡിസോൾവ് ചെയ്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈ പറയുന്ന സൊല്യൂട്ട് എന്ന് പറയുന്നത് ലെസർ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നു, അതുപോലെ തന്നെ സോൾവെന്റ് എന്ന് പറയുന്നത് ഹയർ ക്വാണ്ടിറ്റിയിൽ കാണപ്പെടുന്നു. ഇങ്ങനെ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂട്ട് ഈസ് ഡിസോൾവ്സ് ഇൻ ദ സോൾവെന്റ്. സൊല്യൂട്ട് ആണ് സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത്. ആരാണോ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് അവരെ നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സൊല്യൂട്ടിന്റെ ബേസിസിൽ എത്രത്തോളം നമ്പർ ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ ആൻ സൊല്യൂഷൻ, അതിന്റെ ബേസിസിൽ നമുക്ക് സൊല്യൂഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ സോളിബിലിറ്റി, ഒരു സൊല്യൂട്ട് സോൾവെന്റിനകത്ത് എത്രത്തോളം ഡിസോൾവ് ചെയ്യുന്നു എന്നതാണ് ഒരു സൊല്യൂട്ടിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് എന്നതും നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോളിബിലിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. സൊല്യൂഷൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. സൊല്യൂഷനകത്ത് നമ്മൾ കാണുന്ന സാധനങ്ങളാണ് സൊല്യൂട്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ സോൾവെന്റ് എന്ന് പറയുന്നതും. സൊല്യൂട്ടിന്റെ ബേസിസിൽ നമ്മൾ സൊല്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദി ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പ്രസന്റ്, അതിനെയാണ് നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇനി ഈ സൊല്യൂട്ടിനകത്ത് എന്ത് പറഞ്ഞു നമ്മൾ? സോളിബിലിറ്റി പറഞ്ഞു. എത്ര സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ്, അതിനെയാണ് സോളിബിലിറ്റി എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ സോളിബിലിറ്റി, basis of solubility, solution can be divided into the saturated solution, unsaturated solution അല്ലെ, അതുപോലെ തന്നെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അത് ബേസിസ് ഓഫ് ദ സോളിബിലിറ്റിന്റെ ബേസിലാണ്. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ കോമ്പൗണ്ട് അത് ഹോമോജീനസ് ആയിരിക്കും. എല്ലാ കോമ്പൗണ്ട്സും അവിടെ ഡിസോൾവ് ആവുന്നുണ്ട് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ. അത് കഴിയുമ്പോൾ അത് സോളിബിലിറ്റി അവിടെ കുറയുന്നുണ്ട്. അതിനെയാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അത് സോലിബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു ടെമ്പറേച്ചറിൽ അത് സോലിബിൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ അത് സോലിബിൾ ആയിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ അതിനെന്ത് ചെയ്യുന്നുണ്ട്? അതിന് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അത് പിന്നീടും സോലിബിൾ ആവുന്നു. പക്ഷെ കൂൾ ചെയ്യുമ്പോൾ അത് അതിന്റെ ക്രിസ്റ്റൽ ഫോംസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദ
സൊല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ സോളിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സൊല്യൂഷനകത്ത് എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട് എന്നത് കണ്ടുപിടിക്കാനായിട്ട് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫോർമുല ഉണ്ടായിരുന്നു. മാസ് ഓഫ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സൊല്യൂഷൻ അല്ലെ, മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 എന്ന് പറയുന്ന ഒരു ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് ഓഫ് ദ സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷനിൽ എത്ര സൊല്യൂട്ട് ഉണ്ട് എന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൺ ദ ബേസിസ് ഓഫ് ദി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതായിരുന്നു, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ട്രൂ സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ കൊളൈഡ്സ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊളൈഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന കൊളൈഡ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ട്രൂ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോമോജീനസ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ ആയിരിക്കും ട്രൂ സൊല്യൂഷനകത്തേക്ക് വരുന്നത്. അതിനകത്ത് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ സസ്പെൻഷനകത്ത് ഹെട്രോജീനസ് ആയിട്ടുള്ള മിക്സ്ചർ ആയിരിക്കും, അതിനകത്ത് നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർമീഡിയറ്റിനെയാണ് നമ്മൾ കൊളൈഡ്സ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇതിനകത്ത് പാർട്ടിക്കിൾ സൈസ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനയും കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് പാർട്ടിക്കിൾസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞു. ഓക്കെ, ഇതിനെയാണ് കൊളൈഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് കൊളൈഡ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഈ പറയുന്ന കൊളൈഡ്സിനകത്ത് 2 കമ്പോണൻസ് കാണുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ് അതിന്റെ സ്റ്റേറ്റ്. നമ്മൾ കാണുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്ന കൊളൈഡ്സിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആയിരിക്കും. അതിനകത്ത് കാണുന്ന കമ്പോണൻസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ഇനി അതുപോലെ ഒരുപാട് കെമിക്കൽസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ആയിട്ടും സ്റ്റെബിലൈസേഴ്സ് ആയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കെമിക്കൽസിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഓൾ ടുഗദർ പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. തിയോറി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് തിയോറി പാർട്സ് മാത്രമാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ച് പഠിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു ചാപ്റ്റർ ആണ്. മക്കൾ എല്ലാ ക്ലാസ്സുകളും കാണാം. 4 ക്ലാസ്സും നന്നായിട്ട് കാണാം. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ട് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആക്കി നിങ്ങൾ മുന്നോട്ട് പോകും. Okay, anyway, thank you.